ഹലോ നമസ്കാരം. നമ്മൾ പിൻറ്റ് പോർട്ട്ഫോളിയോ സീരീസിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റഡി ടേബിൾ സെറ്റപ്പ് ആണ്. ഒരു ടേബിൾ ഉണ്ട്, നമുക്കൊരു ചെറിയൊരു ബുക്ക് ഷെൽഫ് പോലെ സെറ്റപ്പ് ഉണ്ട്, സീറ്റിംഗ് ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ബേ വിൻഡോ എന്ന് പറയുന്ന ഒരു സീറ്റിംഗ് ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് വേണ്ടത് ഈ ഡയമെൻഷൻസ് വേണം ഈ ഒരു റൂമിൻ്റെ. നമ്മൾ സീലിംഗ് ഒന്നും നമുക്ക് കാണുന്നില്ല, ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ ടോപ്പിൽ. അപ്പോൾ നമുക്ക് ബേ വിൻഡോന്റെ സീറ്റിംഗ് നമുക്ക് ഈ ഒരു വീതി ലെറ്റ്സ് ഒരു 55 or 45 കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് നമുക്ക് 45 പ്ലസ് കുഷ്യൻ എന്ന രീതിയിൽ കൊടുക്കാവുന്നുള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഒരു 45 കൊടുക്കാം. ടേബിളിന് നമുക്കൊരു 120 അല്ലെങ്കിൽ 1.5 മീറ്റർ 150 കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു വീതി നമുക്ക് ഒരു 55 കൊടുക്കാം. പക്ഷേ ഈ ഒരു ഡ്രോവറിന്റെ 55 കഴിഞ്ഞ് 120 ആണെങ്കിൽ ബാക്കി നമുക്ക് എത്രയുണ്ടാവും? ഒരു 65 ഒക്കെ ഉണ്ടാവും. നമുക്ക് പക്ഷേ ഇവിടെ ഒരു 70 കിട്ടണം. അതുകൊണ്ട് നമുക്കൊരു 70 ആണെങ്കിൽ 55 70 135 ലെറ്റ്സ് അപ്പോൾ ഒരു 150 മൊത്തം ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഇത് 55 ഇത് 95 എന്ന രീതിയിൽ വയ്ക്കാവുന്നുള്ളൂ. ബാക്കിലൊരു വാൾ പേപ്പർ ഫിനിഷ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, എന്താ സീറ്റിംഗ് 45, 55 ഡ്രോവർ, 95 ബാക്കി ടേബിൾ ലെങ്ത് എന്ന രീതിയിലേക്ക് പോകാം. പിന്നെ നമുക്കൊരു ഒരു 50 സെന്റിമീറ്റർ കൂടെ ബാക്കി ഇട്ടിട്ട് അങ്ങോട്ട് എൻഡ് ചെയ്യിക്കാം ഈ റൂം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. റൂം എൻഡ് ചെയ്യിക്കണ്ട, റൂം നമുക്ക് നീട്ടി വയ്ക്കാം, പക്ഷേ ഇത്രയും സ്പേസ് നമ്മൾ ഷോർട്ട് നിൽക്കണം. ഓക്കെ, 45 55 ദെൻ ഒരു 95 പിന്നെ ഒരു 15 കൂടെ. ഓക്കെ, അപ്പോൾ എത്ര വരും? 45 55 എന്ന് പറയുമ്പോൾ തന്നെ 100 പിന്നെ ഒരു 95 195 ഒരു 50 കൂടി കൂട്ടിയാൽ ലെറ്റ്സ് ഒരു 55 കൂടി കൂട്ടാം. 195 55 എന്ന് പറയുമ്പോൾ 250 അല്ലേ, 250. 2.5 മീറ്റർ നീളമുള്ള ഒരു മതിൽ നമുക്ക് എന്തായാലും വേണം. ഇങ്ങോട്ട് വിൻഡോ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു 3 മീറ്റർ ഇട്ട് കൊടുത്തേക്കാം ചുമ്മാ. ഓക്കെ, അപ്പം 2.5/3 സ്കെച്ചപ്പിലേക്ക് വരുന്നു. നേരെ എത്രയായിരുന്നു നമുക്ക് വേണ്ടേ? 250,300 അല്ലേ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ് 250 വന്നേക്കണേ? 300 ഉണ്ട്, 250 ഉണ്ട്. ഓക്കെ, കറക്റ്റാണ്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വാൾ വേണം. ഓക്കെ, ഒരു 23 നേരെ ഇതിനെ പിടിച്ച് പൊക്കാം. അപ്പോൾ നമ്മൾ റൂം ഹൈറ്റ് 300 എന്ന് സ്റ്റാൻഡേർഡ് കൊടുക്കുവാണ്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റൂം ഹൈറ്റ് ഒന്നും കാണുന്നില്ല. ലെറ്റ്സ് കം വരെ ഇത് ശരിക്കും നമ്മൾ ലിൻഡൽ ലെവൽ വരെ ആണ് ഇരിക്കുന്നത്. എന്നാലും ഒരു ലിൻഡൽ നമുക്ക് 225 എന്ന രീതിയിൽ നിർത്താം, ബാക്കി റൂം. ഓക്കെ, അപ്പോൾ ലിൻഡൽ ലെവൽ എന്ന് പറയുമ്പോൾ വിൻഡോ ഇരിക്കേണ്ടത് 225 അപ്പോൾ ഇവിടുന്ന് 225 ഈ ലെവലിൽ നമ്മളുടെ വിൻഡോ വന്ന് അവസാനിക്കണം എന്ന് ഞാൻ വയ്ക്കുന്നു ഈ ലെവലിൽ കേട്ടോ. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക വാളിന്. നമ്മുടെ ഫ്ലോർ നമുക്ക് ഇങ്ങനെ നേരെ ഒരു ഇത് വരച്ചു കൊടുക്കാം. ഒരു 10 സെന്റിമീറ്റർ താഴ്ത്തുന്നു, ജസ്റ്റ് ഒരു ഫ്ലോർ മതി. സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ വിൻഡോന് തൊട്ട് മുന്നേ ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട് അല്ലേ, ഇവിടെ കാണുന്നുണ്ട് വാളിൻ്റെ. അപ്പോൾ വിൻഡോ എന്തായാലും ചേർത്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്ന് ഇച്ചിരി ഒരു 30 എല്ലാം കൊടുത്തേക്ക്. അതിന് വിൻഡോ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വ്യൂവിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തോന്നിയ പോലെ ചുമ്മാ വയ്ക്കാം. തൽക്കാലം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന നിലയ്ക്ക് നമുക്കൊരു 180 വിൻഡോ കൊടുക്കാം. നമ്മൾ പറഞ്ഞു സീറ്റിങ്ങിന് എന്തായാലും 45 ഹൈറ്റ് വേണം, ദെൻ കുഷ്യൻ ഒരു 10 സെന്റിമീറ്റർ. ഓക്കെ, വിൻഡോ ആ ഹൈറ്റിൽ നിന്നാൽ മതി. ഇപ്പം എത്ര വിൻഡോയുടെ സില്ല് ഓട്ടോമാറ്റിക്കലി 55 എന്ന രീതിയിലേക്ക് എത്തി. ഓക്കെ, നേരെ പുഷ് ചെയ്യുക, ഓപ്പൺ ആക്കിയിടാം, വിൻഡോ റെഡി. ഈ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡിയല്ലേ. ഓക്കെ, ഇനി ഈ ലൈനിൻ്റെ ആവശ്യമുണ്ടോ? അതുമില്ല, അതും കളയാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇത് ഡിലീറ്റ് ആക്കാം, ഗ്രൂപ്പിന് പുറത്തേക്ക് വരാം. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ആക്ച്വലി കണ്ടോ ഇങ്ങനെ ചാടി നിൽക്കുന്നു. ഈ ഡെപ്ത് നമുക്കൊരു 50-55 ഒക്കെ മതി. ഇതിൻ്റെ എന്താ പറഞ്ഞാൽ ഇവിടെ സീറ്റിങ്ങിന് ഒരു 45 അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇങ്ങനെ വരയ്ക്കുവാണ്. തൽക്കാലം സീറ്റിംഗ് ഇത്രയും മതി. ഇതിനൊരു 45. പക്ഷെ സീറ്റിങ്ങിന് ഒരു 10 കുഷ്യൻ ഉണ്ട്. അപ്പോൾ ഞാൻ 10 താഴ്ത്തുന്ന കുഷ്യൻ നമുക്ക് പിന്നീടാവും. സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പ് ആക്കുന്നു, സീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ. പിന്നെ പാനലിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇതിനൊന്ന് വലിച്ചിട്ട് ഇങ്ങനെ സീറ്റിങ്ങിൻ്റെ ഒരു 45 തന്നെ സീറ്റിങ് അങ്ങനെ ഇടുന്നുണ്ട്. ഇതും വേണമെങ്കിൽ ഒരു 45 ഇടുന്നുണ്ട്. നമ്മുടെ ആ ബേ വിൻഡോൻ്റെ ഒരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടി കണ്ടോ ഇങ്ങനെ ഒരു
സംഭവം പരിപാടി കിട്ടാൻ വേണ്ടി ഈ ലൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി നമുക്ക് പാനലിംഗ് വർക്ക് പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കോർണർ പിടിക്കാം, നേരെ ഇവിടേക്ക് വയ്ക്കാം. പാനൽ എപ്പോഴും ഡബിൾ തിക്നെസ് എന്ന് പറയും പ്ലൈവുഡിൻ്റെ. അപ്പോൾ 3.6 സെൻറ്റിമീറ്റർ വരും അല്ലേ. അവിടെ നിന്ന് പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് വിൻഡോൻ്റെ ഇവിടെ ടോപ്പ് നമുക്ക് ശരിക്കും കാണുന്നില്ല, പാനൽ അതിൻ്റെ മുകളിൽ കൂടി പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, പാനൽ നമുക്ക് തൽക്കാലം ഇപ്പം അങ്ങനെ ഓടിക്കാം. വിൻഡോ വയ്ക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. 3.6 തന്നെ എടുക്കാം, അതിങ്ങനെ വലിക്കാം, നല്ല രീതിയിലിരിക്കും. കാര്യം ഫുള്ള് നോക്കട്ടെ, നമ്മുടെ ഷോർട്ടിനെ ബാധിക്കില്ലല്ലോ. കാണട്ടെ. ഓക്കെ, ആ പരിപാടി പാനലിങ് റെഡി. പാനലിങ് താഴെ കൂടി പോകുന്നില്ലല്ലോ, ഇല്ല, ഉള്ളൂ. ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പ് ആക്കും. അതെ, അത് ഇങ്ങനെ ഒരു പാനലിങ് അത് റെഡി ആയിട്ടുണ്ട്. ഒരു കളർ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുപ്പിക്കാം മനസ്സിലാവാൻ വേണ്ടി. സീറ്റിങ്ങിന് വേറെ കളർ വേണമെങ്കിൽ കൊടുപ്പിക്കാം. ഓക്കെ, പിന്നെ ഇത്രയും വീതിയില്ലല്ലേ, നമുക്കിവിടെ കുറച്ചേ കാണുന്നുള്ളൂ ശരിക്കും. അതാണെങ്കിൽ ഒരു 15 കൂടി വേണമെങ്കിൽ തള്ളി കൊടുക്കാം അല്ലേ. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേബിളിൻ്റെ ഹൈറ്റ് 75 ആയിരിക്കണം ടേബിൾ ടോപ്പിൻ്റെ വരുന്നത്. പിന്നെ നമ്മൾ 55, 95 മൊത്തം നമുക്ക് ശരിക്കും ഒരു 150 വേണം. ഞാനിവിടെ നിന്നൊരു 150 ഗൈഡ് ലൈൻ എടുക്കുന്നു. നമുക്ക് ടീ ഞെക്കിയാൽ മതി ഗൈഡ് ലൈൻ എടുക്കാനായിട്ട് കീബോർഡിൽ. ഇനി ഇതെനിക്ക് എത്രയാണ് 75 വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിളിൻ്റെയും ടോപ്പ് എപ്പോഴും ഡബിൾ തിക്നെസ് എന്ന് പറയും. അപ്പോൾ എത്ര നമ്മുടെ 3.6 വരും. അപ്പോൾ 150, 3.6 എന്ന് പറഞ്ഞ് ടേബിൾ ടോപ്പായി. ഈ ഡെപ്ത് എനിക്ക് വേണ്ടത് 55. അപ്പോൾ അത് വരും. സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കാം. ഇതൊന്നും ആവശ്യമില്ല, ഗൈഡ് ലൈൻ ആവശ്യമില്ല, ഡിലീറ്റ് കളയാം, വെറുതെ പറയാൻ ആവശ്യമില്ല വരും. ഓക്കെ, ഈ ടേബിളിൻ്റെ അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നത് അല്ലേ. 3 ഡ്രോവർ, ഇതിൻ്റെ വീതി 55 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നു, നേരെ 55,55 എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നേരെ താഴേക്ക് വിളിക്കാം. ഓക്കെ, കേബിൾ ഇത് ട്രൈബിളിനൊക്കെ എപ്പോഴും സ്കർട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 10 സെൻറ്റിമീറ്റർ മേലേക്ക് എടുക്കുന്നു, ഇതിനങ്ങ് തള്ളുന്നു. ഇത്ര 1.8 സെൻറ്റിമീറ്റർ പ്ലൈവുഡിൻ്റെ കനം. ശരിക്കും നമുക്ക് ഇതിനെ ഒന്ന് തള്ളി വെച്ചേക്കാം. ഷട്ടർ നമുക്ക് വേറെ ഡിസൈൻ ചെയ്യാം. സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് 3 ഡ്രോവർ വരുന്നുണ്ട് അല്ലേ. 1, 2, 3 താഴെ ഒരു വലിയ ഡ്രോവറായിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ വരുന്നത് എത്രയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര 61.4 എന്ന് പറയുന്നൊരു ഹൈറ്റ്. നമുക്ക് വേണ്ടത് ഏകദേശം ഇത്രയും വലിയൊരു ആദ്യത്തെ ഡ്രോവർ വരണം. ഒരു 30 സെൻറ്റിമീറ്റർ കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി വലുത്, പിന്നെ കുറച്ച് ചെറുത് അല്ലേ. ഇതിന് ഞാൻ 20 അടിച്ചാൽ 20 അടിക്കാം. ഇത് പിന്നെ എത്രയുണ്ട്, ഒരു 11 ഒക്കെ ഉള്ളൂ. പ്രാക്ടിക്കലി അത് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനതിനൊന്ന് 25. ഇതിന് എത്ര വെക്കാൻ പറ്റും നമുക്ക്, ഈ ഒരു 20. ഇതാണെങ്കിൽ അപ്പോൾ ഒരു 16 കിട്ടും. ഓക്കെ, അത് വലിയ കുഴപ്പമില്ല. ആ രീതിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് ഞാൻ നേരെ ഇങ്ങനെ കൊടുക്കുന്നു. 1.8 ഷട്ടർ തിക്നെസ് 1.8. ഓക്കെ, ഞാനതിനെ ഗ്രൂപ്പ് ആക്കാണ്, വേറെ ഒന്നിനുമില്ല. ഇവിടെ മുകളിൽ നിന്നൊരു 0.2 താത്തണം. താഴെ നമുക്കൊരു 0.1 താഴ്ത്തിയാൽ മതി, കാരണം മറ്റേ 0.1 മറ്റേ ഷട്ടർ തന്നെ എടുക്കാം. മനസ്സിലായില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം, കൊടുക്കുന്നു, നേരെ അതിനെ വലിക്കുക, പിന്നെ മുട്ടിക്കുക, സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഇതിന് താഴെ നിന്നൊരു 0.1 മതി, ഇവിടെ നിന്ന് ഒരു 0.1 വേണം. ഓക്കെ, സെയിം പരിപാടി റിപ്പീറ്റ്. നേരെ ഇതിനെ എടുക്കുക, 1.8 സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക, ഗ്രൂപ്പിനകത്ത് കയറാം, നേരെ എടുക്കുക 0.1 അല്ലേ. കറണ്ട് 0.2 ഗ്രാപ്പ് 3-നിടയിൽ വന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു പോലെ ഡിസൈൻ ഉണ്ട്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് ശരിക്കും ഇതിന് സെൻട്രൽ ലൈൻ എടുത്തിട്ട് തൽക്കാലം ഒരു സെൻറ്റ് നടുക്ക് വെക്കാം. ഒരു സർക്കിൾ ഞാൻ വരയ്ക്കാം കേട്ടോ, എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ സർക്കിളിനെ സെഗ്മെൻറ്റ്സ് ഒരു 100 വരച്ചു കൊടുക്കാം. ഓക്കെ, സർക്കിൾ വെച്ച് പക്ഷേ റെഡി ആവാനായിട്ട് ചാൻസ് ഇല്ല അല്ലേ. ഈ സർക്കിളിന് സെൻറ്റർ വരുന്നത് അവിടെ ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് വരും. ഓക്കെ, സെൻറ്ററിൽ നിന്ന് നേരെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോട്ടെ, അതാണ് നമ്മുടെ ഡിസൈൻ.
ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഡിലീറ്റ് കളയാം. ഇത് വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഇതിനങ്ങ് മുട്ടിക്കുക. ഇപ്പം ഇതൊരു ഫേസ് ആയി, എനിക്ക് വേണമെങ്കിൽ പുള്ളി ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരിയേ ഉള്ളൂ, ഒരു 0.2 തന്നെയൊക്കെ മതിയാവും എനിക്ക് തോന്നുന്നത്. ഇതിൽ കാണുന്ന 0.2 അല്ല, ഒരു 0.2 കൂടി വേണമെങ്കിൽ വെക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിലെടുക്കുന്നു ഞാൻ Ctrl+X അടിക്കുന്നു, കട്ടായി. എന്നിട്ട് ഇതിനെ ഞാൻ എക്സ്പ്ലോഡ്, ഇതിനെയും എക്സ്പ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ Ctrl+Shift+V പേസ്റ്റ് ഇൻ പ്ലേസ്. എൻ്റെ വേറെ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്കിവിടെ വിൻഡോസിൽ പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതിനകത്ത് പേസ്റ്റ് സെർച്ച് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ഇൻ പ്ലേസ് നിങ്ങൾ ഇവിടെ ഷോർട്ട് കട്ട് അടിച്ചു കൊടുക്കുക, പ്ലസ് അടിക്കുക, ആ സൈൻ ആവും. ഇങ്ങനെ അടിക്കുക. അതായത് എവിടെ നിന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ എവിടെ നിന്ന് കോപ്പി എടുത്ത് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഇങ്ങനെ പേസ്റ്റ് ഇൻ പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ ഒരു 3 ഷട്ടറോടി ഈക്വലി ഡിവൈഡ് ആയിട്ട് ഇതങ്ങ് വീണു. ഇതിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്താലും ഇങ്ങനെ സെലക്ട് ചെയ്യണ്ടോ, അതായത് ആ ലൈൻ എനിക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം. അതിന് വേണ്ടിയാണ് ഈ ലൈൻ അങ്ങ് എടുക്കുക. ഞാൻ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, നേരെ അപ്പുറത്തേക്ക് കൊടുക്കും, വെർട്ടിക്കൽ ഇങ്ങനെ കൊടുക്കുക. തൊട്ട് താഴേക്ക് ഒരു 0.2 അടിച്ചു കൊടുക്കുക. ഇത് കട്ട് ചെയ്യണം, എൻ്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. കട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു റെഫറൻസ് കിട്ടണം. നേരെ അതിങ്ങനെ ഇടോ, അപ്പം ഷട്ടറിനുള്ളതായി. ഈ ഷട്ടറിന് എന്താ വേണ്ട, സെയിം പരിപാടി. ഇങ്ങോട്ട് നിന്ന് ലൈൻ എടുക്കുക, നേരെ സ്ട്രൈറ്റ് വെറുതെ വരച്ചിടുക. ക്ലിക്ക് ചെയ്യുന്നു, നേരെ താഴേക്ക് 0.2. ഓക്കെ, എന്നിട്ട് ലെങ്ത് ശരിയായില്ല, ടിൽറ്റ് ചെയ്യുക, നേരെ എടുക്കുക, താഴേക്ക് ഒരു 0.2. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇതെന്ത് എടുത്താൽ തെറ്റിപ്പോയല്ല, കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഓക്കെ റെഡ് ലൈനിൽ അടിക്കാം. ആണ് ഓക്കെ, താഴേക്ക് 0.2 കട്ട് ഇവിടെ പെട്ടു. ഇതിനെ നമുക്ക് നേരെ ഇങ്ങനെ എടുക്കാം, കളയാം. അതിനായി ബാക്കിയുള്ള നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇനി ഈ അൽഫുലത്ത് ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം എല്ലാം ഇൻഡിവിജ്വൽ ആണ്. ഇനി എനിക്ക് ഷട്ടർ വേണമെങ്കിൽ എടുത്ത് ഗ്രൂപ്പ് ആകാം. ഇതിനെടുക്കുക, ഗ്രൂപ്പ് ആകാം, ഇതിനെടുക്കുക, ഗ്രൂപ്പ് ആകാം. 3 ഷട്ടറും റെഡി. ആ പറഞ്ഞ ഡിസൈൻ പോലെ തന്നെ അതിലായി. നമുക്ക് നോബ് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ടേബിളിൻ്റെ അടുത്തൊരു ലെഗ് കാണുന്നുണ്ട്, കണ്ടോ, ഒരു ലെഗ് ഉണ്ട്. ലെഗ് കുറച്ച് ടേപ്പേഡാണ്. താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ഏതാണ് തിക്നെസ് മാറി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഈ ഒരു ഭാഗത്ത് ആയിട്ട് നമുക്ക് ലെഗ് വേണം അല്ലേ. ലെറ്റ്സ് സേ ഒരു 10,10 എന്നടിക്കാം. ഇവിടെ ആയിട്ട് ലെഗ് ഇരിക്കട്ടെ അല്ലേ. അത്ര അടുത്ത് വേണോ, തെറ്റി പോകുമോ, വേണ്ട, അത്രയും വേണ്ട. ഇതിൽ സെൻട്രലായിട്ട് വേണം. ലൈൻ സെൻറ്റർ എടുക്കുക. ലെഗ് എന്തോരം വേണം, ഒരു 2.5, 1 ഇഞ്ച് റേഡിയസ് ലെഗ്. ഈടെ ഈ സർക്കിൾ എനിക്കൊന്ന് സെഗ്മെന്റ് തിരിക്കാനുണ്ട്. നേരെ എടുക്കുന്നു, ഒരു 50 എടുത്ത് പോയി, ഒരു 60 അടിച്ചാൽ ഓക്കെ, സർക്കിൾ മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കളയാം. നേരെ പുള്ളിയാ ഫുൾ താഴേക്ക്. നിങ്ങൾ ആരെങ്കിലും ടൈപ്പേഡ് ആയില്ലല്ലോ, ടൈപ്പേഡ് ആക്കാം, പേടിക്കണ്ട. എടുക്കുന്നു, ഗ്രൂപ്പ് ആക്കുന്നു, ഗ്രൂപ്പിനകത്ത് കയറാം. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ പരിപാടി ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞ് തൈകളെ ഒരു 0.8 ഇവിടെ നിന്ന് ഒരു 0.8 കണ്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ടേപ്പ് വന്നിട്ടുണ്ട്. സ്കെയിൽ ചെയ്താൽ ഞാൻ ബേസിക്കലി എസ് അടിച്ചു, സ്കെയിൽ അടിച്ചു, നേരെ ടേപ്പറാക്കി. കണ്ടോ, ഇങ്ങനത്തെ ഒരു ലെഗ് കിട്ടിയില്ലേ, പരിപാടി കഴിഞ്ഞു. നമ്മൾ ടേബിള് സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു ഷെൽഫ് പോർഷൻ അടിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ഹൈറ്റിൽ നമുക്കൊരു ബോർഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഞാനൊരു ഹൈറ്റ് എടുക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി നമുക്ക് എത്ര എടുക്കാൻ പറ്റും, ഒരു 60 ഒക്കെ നമുക്ക് കൊടുക്കുക. എന്തായാലും വേണം, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ 60 എന്തായാലും വേണം. ബാക്കി നമുക്ക് നമ്മൾ ആ ഷെൽഫ് പരിപാടിക്ക് വേണ്ടി കൊടുക്കാം. 60 കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ലെഡ്ജ് ഇങ്ങനെ പാസ് ആവുന്നുണ്ട് അല്ലേ. ഇത്രയും വന്നിട്ട് ബാക്കി ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. നമുക്കൊരു ഇവിടെ നിന്നൊരു 30 സംതിങ് എടുക്കാം, 30. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ബോക്സ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബോക്സിന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വീതി അത്ര ഐഡിയ കിട്ടണില്ല. ഒരു 40 സെൻറ്റിമീറ്റർ വല്ല നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. എന്നിട്ട് ഇതിപ്പോൾ 40,90 എന്ന് വരും
പുഷ് ചെയ്യുക, ഒരു 35 പുഷ് ചെയ്യുക. എന്നിട്ട് അതിനെ കുറച്ചും കൂടി താത്തി വയ്ക്കാം, കാരണം ഇവിടെ ഒരു വളവ് പോലെ ഇല്ലേ, വളഞ്ഞിരിക്കുകയാണ്, താഴേക്ക് താത്തിങ്ങനെ വയ്ക്കാം. എത്ര താത്തണം വേണമെങ്കിൽ നമുക്ക് അതും ഒരു കറക്റ്റ് ഒരു 30 എന്നെങ്കിലും കൊടുക്കാം നമുക്ക്. അപ്പം അതിൻ്റെ അടുത്ത് പോകുമല്ലോ ടേബിളിൻ്റെ, അങ്ങനെ മുറുകാൻ പറ്റില്ല, അങ്ങനെ പൊക്കത്തിരിക്കുന്ന സാധനം ഇരിക്കും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് പോകട്ടെ, നമ്മൾ ഈ 60 എന്നുള്ളത് നമുക്ക് മാറ്റണം. 60 പോരാ, ശരിക്കും ഇത്രയൊക്കെ ഒരു ഹൈറ്റ്, ഒരു 90 ഒക്കെ ഇരിക്കട്ടെ. 90 മതി, അതെ 90 ഇരിക്കട്ടെ. ഇത് 90ലും ഇവിടെ നിന്നൊരു 15 ഒക്കെ താന്നിരിക്കട്ടെ, വലിയ കുഴപ്പമില്ല. 65 കളയാം. ഇതിനെ നമുക്ക് കർവ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു ഇത് പിടിക്കുകയാണ്. എന്തിനാ, എനിക്കൊരു ആർക്ക് ഇങ്ങനെ എടുത്തിട്ട് നേരെ താഴേക്ക് അടിക്കാം. ആർക്കിനെ നേരെ ഇതുപോലെ തന്നെ സെഗ്മെന്റ് ആക്കി തിരിക്കണം. എനിക്ക് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഒരു ഇത് ആർക്കിനെ വരയ്ക്കാൻ സുഖം, കുറച്ച് താത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, നേരെ ആ ഒരു പോയിന്റിൽ മുട്ടണ്ട, ഇങ്ങനെ ഇരുന്നോട്ടെ. സെഗ്മെന്റ് ഒരു 100 കൊടുക്കാം, കിട്ടുമോ നോക്കാം. കിട്ടി. ഓക്കെ, നേരെ ഇവിടെ പുള്ളി ഇതങ്ങ് കളയാം, വേണ്ട. ഇപ്പം നമ്മുടെ സാധനം റെഡി. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്നൊക്കെയാണ്. നമുക്ക് കറക്റ്റ് മിഡ് പോയിന്റ് വരാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണത്. എന്നാലും കേടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ആർക്കൊന്നുകൂടി വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ വന്നിട്ട് താഴെ മുത്തിയാലാണത് കറക്റ്റ് വളഞ്ഞ് നിൽക്കുള്ളൂ. ഇത് കുറച്ചും കൂടി എഴുതിക്കിടാം. ഒരു പോയിന്റിൽ കറക്റ്റ് ആർക്ക് ഡിസ്റ്റൻസ് കിട്ടും. കേട്ടോ, ഇതാണ് ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത്. അതാ വേണ്ടേ നമുക്ക് 100 തന്നെ അടിക്കാം. ബാക്കി നമുക്ക് ആവശ്യമില്ല, പോട്ടെ. ഓക്കെ, വേണ്ട, കറക്റ്റ് പ്രോപ്പർ കർവ് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ, ഇത് ശരിക്കും ഒരു ടോപ്പ് ഭാഗം നോക്കുവാണെങ്കിൽ കണ്ടോ, ഇത് തള്ളി നിൽക്കുക. അതും കഴിഞ്ഞിട്ട് സീലിംഗ് അത്ര ഇല്ല എന്ന രീതിയിൽ. അതിന് നമുക്കത് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ, കുഴപ്പമില്ല. ഇത് പിരിക്കട്ടെ, ഗ്രൂപ്പ് ആക്കാം. കഴിഞ്ഞ് നമുക്ക് ഒരു ലെഡ്ജ് അല്ലേ, ഇവിടെ ലെഡ്ജ് പാസ് ആവുന്നുണ്ട്. ലെഡ്ജും ഇതുപോലെ തന്നെ ഡബിൾ തിക്നെസ് എന്ന് പറയും പ്ലൈവുഡിൻ്റെ. നമുക്ക് ഈ ടേബിളിൻ്റെ ശരിക്കും ടേബിളിൻ്റെ ലൈനിലാണോ ഫോട്ടോയിൽ നോക്കട്ടെ, അതെ ടേബിൾ ലൈനാണ്. അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെഡ്ജ് ഏതാണ് 80,3.6. ഇതിന് നമുക്ക് വലിച്ചു തൊടുമ്പോഴാം സെലക്ട് ചെയ്യുക. ഈ ലൈൻ നമുക്ക് വേണ്ട, ഡിലീറ്റ്, സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കാം. സെയിം പരിപാടി റിപ്പീറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾ എനിക്ക് 30 തോന്നുന്നത്, 30,3.6. ഇതിനെ വലിച്ചിങ്ങനെ ഇടാം. ഉണ്ടോ, ലെഡ് റെഡി ആയിരുന്നു. സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കാം. ടോപ്പിൽ ലെഡ്ജ് തമ്മിലൊരു 25-30 ഗ്യാപ്പ് ഇടണം. സെയിം പരിപാടി, പക്ഷെ ഇത് കുറച്ചൊന്നും നീങ്ങിയിട്ടുണ്ട് അല്ലേ. ഇതിൽ നേരെ എടുത്തിട്ട് ഞാനിതിനെ കോപ്പി എടുത്തിട്ട് നേരെ മുകളിലേക്ക് വയ്ക്കാം. 30 കൊടുക്കാം അല്ലേ. ഓക്കെ, തമ്മിൽ പക്ഷെ 30 ഇല്ല, 26.4. കുഴപ്പമില്ല, അതായാലും ഭംഗിക്ക് കേടില്ല, അത് മതി. ഇതിനെ ഒന്ന് ഇച്ചിരി കൂടി ഒരു 10-15 സെൻറ്റിമീറ്റർ നീക്കി ഇങ്ങനെ ഇടാം, ലുക്ക് വരാൻ വേണ്ടി. ഓക്കെ, അതായത് ഇനി നമുക്ക് 2-3 ഇങ്ങനെ സ്റ്റീൽ സെക്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം വരച്ചു കൊടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി എടുക്കുന്നു. ഇവിടെ നിന്നൊരു 10 വല്ലതും മാറാം. ഓക്കെ, സ്റ്റീൽ സെക്ഷൻ വരേണ്ട ഒന്ന് ഇവിടെയാണ്. ഇപ്പോൾ 10 മാറിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു 1 ഇഞ്ചിൻ്റെ സ്റ്റീൽ സെക്ഷൻ എന്ന രീതിയിൽ കൊടുക്കാം അല്ലേ, ആയിരിക്കും നല്ലത്. ഒരു സ്ക്വയർ അങ്ങ് വരയ്ക്കാം, 2.5, 2.5. ഇതിങ്ങനെ വന്ന് ഇവിടം വരെ വരും. പിന്നെ ഇവിടെ നിന്നൊരു 2.5 കൂടി ചാടാം. ഈ ലൈനെ നേരെ എടുക്കുക, അങ്ങോട്ടൊരു 2.5 വലിക്കുക, നേരെ താഴേക്ക് പുള്ളി ചെയ്യുക. എവിടം വരെ വരണം, ശരിക്കും അതിൻ്റെ ഒരു ബോട്ടം വരെ വരണം. പിന്നെ ഒരു 2.5 വരാം. നേരെ നമ്മളുടെ ഈ ഒരു പോയിന്റ് ഈ ലൈനെ പിടിക്കുക, മുകളിലേക്ക് വയ്ക്കുക. 2.5 തന്നെയാണ്, നേരെ അങ്ങോട്ട് വിളിക്കുക. കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഈ ലൈനൊന്നും ഇനി വേണ്ട, നിങ്ങളെ റെഡിയല്ലേ, ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് ഇവിടെ നിന്നും ഒരു നമ്മൾ നേരത്തെ ഇട്ട ഒരു 10 മാറ്റി നമുക്ക് വെക്കാനായിട്ട് 10 ഒരു ഗേറ്റ് ലൈൻ എടുക്കുന്നു. എന്നിട്ട് നേരെ ഇതിനെ കോപ്പി എടുക്കുക, ഇങ്ങോട്ട് കോപ്പി എടുക്കുന്നു, ഗേറ്റ് ലൈനിൽ കൊണ്ടുവന്ന് വയ്ക്കുക.
ഓക്കെ, ഭയങ്കര ചേർന്ന് പോയ ഒരു ഫീൽ ഉണ്ട്, പക്ഷെ ഇത്രയും ചേർന്നല്ലേ ഇരിക്കണം അല്ലേ? അത് വേണ്ട, മൂവ് ചെയ്ത് എന്നിട്ട് ഞാൻ അടുപ്പിച്ച് വയ്ക്കാം, ഇവിടെ എല്ലാം ഇരുന്നോട്ടെ അല്ലേ? ഓക്കെ, ഗൈഡ് ലൈൻ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് അല്ലേ, എവിടെയായിട്ട് ഒരു എൻ്റെ സെൻറ്റർ ആയിട്ട് എന്തോ ഇരിക്കണം. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സെൻറ്റർ പിടിക്കുന്നു, കോപ്പി എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാം, ഇതിൻ്റെ സെൻറ്റർ കിട്ടുന്ന പോലെ വയ്ക്കാം. കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ കളർ എന്തായിരുന്നു? ഒരു ഗോൾഡ് ഫിനിഷ് അല്ലേ? അതിൻ്റെ ഗോൾഡാണ്. അപ്പോൾ ഞാനൊരു ഗോൾഡ് റോഡ് എന്നുള്ളതൊക്കെ വയ്ക്കുന്നു. ഇവിടെ നമുക്കൊരു ഷട്ടർ ഉണ്ട്, ശരിക്കും ഇതിലെനിക്ക് കാണുന്നില്ല എന്നുള്ളതാണ് കണ്ടത്. ചെറിയൊരു ഷട്ടർ ഇവിടെ പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഒരു 1.8 ഞാൻ വിടുന്നു. ഈ ഫേസ് നേരെ എടുക്കുക, കൺട്രോൾ-C, പുറത്തേക്ക് വരാം, കൺട്രോൾ-Shift-V, അവിടെ തന്നെ എടുക്കുന്നു, 1.8 അടിക്കുന്നു. എന്നിട്ട് ഈ ബാക്കിലെ ഗ്രൂപ്പിന് ഒരു 0.2 ബാക്കിലേക്ക് തള്ളും. അപ്പോൾ നമുക്കിവിടെ ഒരു ഷട്ടർ ഉണ്ടെന്നുള്ളൊരു ഫീല് അടിക്കും കേട്ടോ, ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. ഇതിനെ ഒന്ന് ഒരു 0.2 തള്ളാം, ഷട്ടറിൻ്റെ ആ ഒരു തുറക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെയും ഒരു 0.2 തള്ളാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 0.2, ഇവിടെയും ഒരു 0.2. ആ ഒരു ഗ്യാപ്പ് വേണം നമുക്ക് ഷട്ടർ തുറക്കണമെങ്കിൽ. അപ്പോൾ എല്ലാം റെഡി ആയില്ലേ? നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഡിഫൈ നടക്കാവുന്നുള്ളൂ. വിൻഡോ വെക്കണം, കുഷ്യൻ വെക്കണം, നോബ് വെക്കണം അല്ലേ? അങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളുള്ളൂ. നോബ് നമുക്ക് ഇപ്പം തന്നെ വെക്കാം. നോബ് ഇതിൻ്റെ സെൻറ്റർ ഇവിടെയായിട്ട് വരും, ഇവിടെയായിട്ട് വരും. ഇവിടെ സർക്കിളാണെന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരിത് വലിക്കുന്നു, ഇതിനെ തന്നെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്ത് കുറച്ച് വലുതാക്കി വയ്ക്കാം, അതിനെ ഇങ്ങോട്ട് വലിക്കാം. നമ്മൾ നോബ് റെഡി. എടുക്കുക, ഗ്രൂപ്പാകുക. നമ്മൾ നോബ് എന്ത് കളറാണ് ഇതിൽ കിടക്കണത്? ഗോൾഡ് തന്നെയാണ്. വേറെ എന്തെങ്കിലും ഒരു മഞ്ഞ ഇട്ട് കൊടുക്കുക. ഓക്കെ, കോപ്പി എടുക്കുന്നു, നേരെ ഇതിനെ മിഡ് പോയിന്റ് പിടിക്കുക, ഇവിടെ വയ്ക്കുക, ഇതിനെ മിഡ് പോയിന്റ് പിടിക്കുക, അവിടെ വയ്ക്കുക. കഴിഞ്ഞു, നോബ് റെഡി. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കളർ നോക്കണം. ഇതിട്ടിരിക്കുന്ന വുഡാണ്, ഞാൻ ഈ ടോപ്പ് വുഡ് കൊടുക്കുന്നു, വേറൊരു വുഡ് എടുത്ത് കാലിന് കൊടുക്കുന്നു. നമ്മുടെ ഈ പെട്ടി ഇരിക്കുന്നത് പെട്ടി ഫുൾ വൈറ്റ്, ഞാനൊരു വൈറ്റ് എന്തെങ്കിലും കളർ എടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. റെഡി. വൈറ്റ് ഹണിയുടെ എടുക്കുക, കുഴപ്പമില്ല, വൈറ്റ് ആക്കാം, ഡിഫൈലിട്ട് വൈറ്റ് ആക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിപ്പോൾ അവിടെ തോന്നുന്നു, ഇവിടെ ഒരു ഈ ഹൈറ്റ് ഡിഫറൻസ് എന്തെങ്കിലും ഇരിക്കണമോ? നമ്മൾ 45 അല്ലേ വരച്ചുള്ളൂ. ഓ, നമ്മൾ വരച്ചൊക്കെ താഴെ പോയല്ലേ പറഞ്ഞത്, നമ്മൾ താഴത്തിട്ടാ വരച്ചേ. അതാണ് അല്ലെ, കോപ്പി വന്നിട്ടുണ്ടല്ലേ? അതേതന്നെ കോപ്പി. ഓക്കെ, കോപ്പിയിലിട്ടാ വരച്ചിട്ട് എത്ര നേരം. അല്ല, ഇതാണ് കോപ്പി. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. നമുക്ക് ഇനി വിൻഡോ വയ്ക്കണം. വിൻഡോ നമുക്ക് എപ്പോഴും വേണമെങ്കിലും UPVC വിൻഡോ ആണ്, നമുക്ക് വെറുതെ സെർച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ. നമുക്ക് 3D വെയർഹൗസിൽ നിന്ന് എടുക്കാവുന്നുള്ളൂ. 3D വെയർഹൗസിൽ ഇപ്പോൾ ഞങ്ങൾ 2022 സ്കെച്ചപ്പ് യൂസ് ചെയ്യണമെങ്കിൽ 3D വെയർഹൗസ് കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നോക്കി, സ്റ്റാർട്ടിങ് August 3 3D വെയർഹൗസ് പ്രൈവറ്റ് കണ്ടന്റ് കുഴപ്പമില്ല. 2021, 24 വർഷമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 3D വെയർഹൗസ് കിട്ടും. ഇപ്പോൾ ക്രാക്ക്ഡ് ആണെങ്കിൽ 22 താഴെയുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ജസ്റ്റ് UPVC വിൻഡോ സെർച്ച് ചെയ്യാം. ബ്ലാക്ക് കളർ സംതിങ് കിട്ടിയാൽ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് കളർ അടിച്ചെടുക്കാം. ഓക്കെ, ഇത് മതി, ഏറ്റവും ആയി തന്നെ എടുക്കാം. ഇവിടെ പോയി വിൻഡോ. ഓക്കെ, വീണ്ടും ഇവിടെ വയ്ക്കുക, റൊട്ടേറ്റ് നേരെ 90 ഡിഗ്രി, 0 എടുക്കുന്നു, വയ്ക്കുന്നു, നേരെ സ്കെയിൽ ചെയ്യാറുണ്ട്. നിങ്ങൾ മുട്ടിച്ചോ, ഹൈറ്റ് നേരെ മുകളിലേക്ക് മുട്ടിച്ചോ. ആ കാര്യം കഴിഞ്ഞ് ഇതിന് കളറ് കറണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, എന്തൊരു കളർ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. നോ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾക്ക് പണിയാണത്. അപ്പോൾ അതൊക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നല്ലെങ്കിൽ 3D വെയർഹൗസിലുണ്ടാകും, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്കെച്ചപ്പ് CG ടിപ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നോക്കേണ്ടി വരും. എന്നാലും നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ കുറച്ച് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ആട്ടുകട്ടിലുണ്ട്. ആട്ടുകട്ടിലിൻ്റെ
കുഷ്യൻ അങ്ങ് എടുത്തിട്ട് ഇതിനങ്ങ് എടുത്തിടും. അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പം നമ്മൾ ഈ കുഷ്യൻ നോക്കി സോഫ സെർച്ച് ചെയ്ത് സോഫ എടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ 3D വെയർഹൗസിൽ നിന്ന് കിട്ടി. നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉണ്ടോ ഇതിൻ്റെ ഈ ഒരു സോഫയുടെ ഈ ഒരു ഭാഗം ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എടുക്കാം, പുറത്തേക്ക് എടുക്കാം, അതിനെ കട്ട് ചെയ്യാം. ഗ്രൂപ്പിനെ പുറത്തേക്ക് എടുത്തിടാം. പേസ്റ്റ് ഇതിൻ്റെ ഇനി ആവശ്യമില്ല, നമുക്ക് ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്യാം. അല്ലേ, ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം, പുറത്തേക്ക് ഇടാം. ഓക്കെ, ഗ്രൂപ്പിനെ പുറത്ത് വരട്ടെ. ഇതിൻ്റെ മേലെ വെക്കണമല്ലോ നമുക്ക്, അല്ലേ. ഇപ്പോൾ ഒന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം, മേലെ കൊണ്ട് നമുക്ക് വെക്കാം. ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒന്നുകൂടെ. വെറുതെ വെച്ച് നോക്കാം. കേട്ടോ, സ്കെയിൽ ചെയ്ത് ഇവിടേക്ക് എടുക്കാം, സ്കെയിൽ ചെയ്ത് അങ്ങനെ ഒട്ടിക്കാം. പിന്നെ അടിമുട്ടിയായിട്ടില്ല, കണ്ടോ, അടിമുട്ടാണ്ടിരിക്കുക, എന്താത്തി ഇട്ടിട്ട് കൊടുക്കുക. ഒന്നും കൂടി സ്കെയിൽ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, കുറച്ചുകൂടെ ഒരുപാട് വേണ്ട. ഓക്കെ, പിന്നെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വിൻഡോസിൽ ഒരാക്കാം. ഏതായാലും അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സീറ്റിംഗ്, പിന്നെ എനിക്ക് സീറ്റിങ്ങിൻ്റെ താഴെ നമ്മുടെ സ്റ്റോറേജ് ഉണ്ട് ശരിയും, പക്ഷേ ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇങ്ങനെ പാർട്ടീഷൻ ഉണ്ടെന്ന രീതിയിൽ കാണിക്കാം. ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഷെൽഫ് നമ്മുടെ ഈ ടേബിൾ വരുമ്പോൾ പോകുമല്ലോ, അത്രയും എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടം വരെ അല്ലേ. ബാക്കിയുള്ളതിന് എന്തായാലും ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന രീതിക്ക് 10 സെൻറ്റിമീറ്റർ കൊടുക്കാം. മുകളിൽ നിന്ന് ഇതുപോലെ തന്നെ നമുക്ക് എനിക്ക് ഇവിടെ ഒരു 3.6 ആണത്. 3.6 ഗ്യാപ്പ് കിടപ്പുണ്ട്, 3.6. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 0.2 ഗ്യാപ്പാണ്. എന്നിട്ട് ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ അമ്മി കൊടുക്കാം. എന്നിട്ടൊരു 0.2 ഗ്യാപ്പ് ഇടാം. ഇതിനെക്കിട്ട് നമുക്ക് നേരെ ബ്ലാക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു വെക്കാം. ഫുൾ പുഷ് ചെയ്തങ്ങ് പോട്ടെ, വേണ്ട അല്ലേ. ഇങ്ങനെ നടന്നോട്ടെ, ഇങ്ങനെ കാലം ഇങ്ങനെ നടക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കാന്നേ ഉള്ളൂ. വ്യൂവിൽ വരുമല്ലെന്ന് ഞാൻ വിചാരിക്കണം, പക്ഷെ ഒരു 0.2 പോയി. ചുമ്മാ അങ്ങനെ അളവൊന്നുമില്ല, വെറുതെ എങ്ങനെ എടുക്കുക. 0.2. ഓക്കെ, ശരി. ഇവിടെ താഴെയും വേണം 0.2. വരുമ്പോൾ അവിടെ ഇവിടെ കൊടുത്തിരിക്കുക, എന്തായാലും ചെയ്യണല്ലേ. ലൈൻ എടുക്കുന്നു, പി മുകളിലേക്ക് 0.2 നേരെ പുള്ളി കളയാം. ഇവിടെ അതുപോലെ തന്നെ ലൈൻ എടുക്കുന്നു, പി മുകളിലേക്ക് 0.2 നേരെ പുള്ളി കളയാം. ഓക്കെ, മതിയാവും. നമ്മുടെ വ്യൂ ഇങ്ങനെ ഈ ഒരു സൈഡ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാര്യം റെഡിയാവും. പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ഫോട്ടോയിൽ പോയി കഴിഞ്ഞാൽ ടൈൽ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അല്ലേ, അതും കൂടി അടിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊരു 10 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഇതിനൊരു 1 സെൻറ്റിമീറ്റർ ഉണ്ട് വലിക്കുന്നു. എന്നതിനൊരു കളർ തൽക്കാലം വേണം, ഈ ഒരു കളർ എല്ലാം കൊടുക്കുക. ഇതിൽ നമ്മുടെ ഫ്ലോറിനും ഈ ഒരു എന്തെങ്കിലും കളർ വേണം എന്നെനിക്കിടെ. ഓക്കെ, ഒരു വുഡ് സംതിങ് കാണുന്നുണ്ട് അതിടാൻ. നമുക്ക് ഈ ഒരു വാളിന് വാൾപേപ്പർ ഉള്ളതുകൊണ്ട് ഈ ഒരു വാളിൻ്റെ കളറും നമുക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം. പിന്നെ എന്തായിരുന്നു, ഈ ഒരു വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അല്ലേ. ഈ വൈറ്റ് അടിക്കുമ്പോൾ താഴത്തെ വൈറ്റ് സെയിം തന്നെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഈ ഷട്ടർ അതിനത് ഗ്രൂപ്പ് ആക്കട്ടെ. ഇതിന് ഈ കളർ രണ്ടും അത് മതി. പിന്നെയുള്ള വുഡ് എല്ലാം ഒരേ കളറായിരിക്കണം. ഈ ടേബിൾ ടോപ്പ് എടുക്കുന്നു, ഇത് പോട്ടെ ഇതും. ഓക്കെ, സംഗതി മോഡലിങ് കഴിഞ്ഞു എന്ന് പറയാം. നമുക്ക് ഇനി ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് നമുക്ക് ഈ ഫയൽ വെക്കാം. ഈ ബ്ലൈൻഡ്സ് ഉണ്ട്, ബ്ലൈൻഡ്സ് നമുക്ക് കിട്ടുമോ നോക്കട്ടെ. മറ്റേ സ്കെച്ചപ്പ് CG ടിപ്സ് പറഞ്ഞ സൈറ്റിലെല്ലാം അവൈലബിൾ ആണ്, എന്നാലും ഇവിടെ നിന്ന് കിട്ടിയ അത്ര എളുപ്പം. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്, അതൊക്കെ മൂന്നും കൂടിയതാ, ഒരെണ്ണം മതി. അപ്പോൾ
ഇതിനെ ഡിലീറ്റ്, ഇതിനെ ഡിലീറ്റ്, ഇത് മാത്രം മതി. റൊട്ടേറ്റ് ഒരു 180 ഡിഗ്രി. നേരെ ഇപ്പുറത്തെ ആ ഒരു പോയിന്റ് പിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ട് വയ്ക്കാം അല്ലേ, ഇങ്ങനെ മുകളിലിരിക്കുന്ന രീതിയിലല്ലേ. കോപ്പി എടുത്തിട്ട് ഒരെണ്ണം കൂടി എടുത്ത് കോപ്പി എടുക്കുന്നു, നേരെ ഇപ്പുറത്തേക്ക് ഇവിടെ ഇങ്ങനെ എളുപ്പട്ടെ. ഓക്കെ, ഈക്വൽ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് മൂവ് ചെയ്യാനുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടേക്ക് വയ്ക്കും. അപ്പം അത് റെഡി. ലൈൻസും റെഡി ആയിട്ടുണ്ട് അല്ലേ. പരിപാടി കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നമുക്കൊന്ന് തിരിക്കണം. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒന്നുമില്ല, നേരെ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് സ്കെയിൽ ചെയ്യുക, -1 എന്നിടുക, ഫ്ലിപ്പായി കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അതും റെഡി. അപ്പോൾ അതോടെ നമ്മുടെ മോഡലിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി റെൻഡറിങ് ആണ്. നമുക്ക് D5ൽ റെൻഡർ ചെയ്യാൻ നോക്കാം. നമുക്ക് എക്സ്റ്റൻഷൻസിൽ പോവാം, D5 ലൈസിങ്, കണക്ട് D5 റെൻഡർ. നമ്മൾ സേവ് ചെയ്തിട്ടില്ല അല്ലേ, ഒന്ന് സേവ് ചെയ്യാം കേട്ടോ. എക്സ്റ്റൻഷൻസ് ലൈസിങ്, കണക്ട് D5 റെൻഡർ. D5 നേരെ ഓപ്പൺ ആയി വരും. ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് D5ൽ റെൻഡർ ചെയ്യാവുന്നു. നമ്മളിപ്പോൾ D5ലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈവ് സിങ്ക് വഴി. നമ്മളിപ്പോൾ ഒരു സീലിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല. ശരിക്കും ഒരു സീലിംഗ് ഇത് കാണുന്നില്ല, നമുക്ക് ആവശ്യമുണ്ട്. ലൈറ്റ് ഒരുപാട് കയറാൻ പാടില്ലല്ലോ. സീലിംഗ് അടിക്കണം. പിന്നെ ഒരു മിസ്സായൊരു കാര്യം, ഈ ഒരു ഭാഗത്തെ ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഗ്ലാസ് പോലത്തെ ബോർഡ് നമുക്ക് ഫിൽ ചെയ്യാനുണ്ട്. അപ്പം അത് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ബോർഡായിട്ടാണ്. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ എല്ലാം കൊടുത്തിട്ട് ഇതിനൊരു ചെറിയ ബ്ലൂ ടിൻ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, ഒരു ലൂപ്പാക്കിയിട്ടേക്കാം. പിന്നെ ഇവിടെ ഇതിനായിട്ട് ശരിക്കും കട്ടായി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഷേപ്പിൽ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇവിടെ കാണാം. നമുക്ക് ആ ഗ്യാപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫേസ് കോപ്പി എടുക്കുക, ഇതെടുക്കുക, നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇതിനകത്തേക്ക്. ഓക്കെ, എനിക്കിതങ്ങ് ഇങ്ങനെ പുള്ളി ചെയ്ത് വേണമെങ്കിൽ കളയാം. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പക്ഷെ ഇതിൻ്റെ പുറത്തേക്കൊരു 2 mm കറക്റ്റ് 2.1 എല്ലാം കിട്ടിയാൽ നല്ലതായിരുന്നു. അതിരിക്കട്ടെ, അതാ കറക്റ്റ് സൈസ് അല്ല പോകേണ്ടത്, അതിന് കൂടുതൽ കട്ടാവാം രീതിയിൽ. അയ്യോ, അങ്ങനെ കട്ടായി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പിന്നെ എന്നോട് പോയിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് സിങ്ക് വൺസ് കൊടുക്കാം, സിങ്ക് ആയിക്കൊണ്ടാം. ഇതിലേക്ക് നമുക്ക് പയ്യെ അടിക്കാവുന്നുള്ളൂ. നേരെ ആയത് തന്നെ ഫ്ലൈ മോഡിലേക്ക് പോകുന്നു. കീബോർഡിൽ മൂവ് ചെയ്യാം. നമ്മുടെ വിൻഡോ ഗ്ലാസ് ആക്കണം. അസറ്റിൽ ഗ്ലാസ്സിലേക്ക് പോവാം. നോർമൽ ഗ്ലാസ് ഇതാ. പിന്നെ വിൻഡോ ബ്ലാക്ക് ആണ്, ഈ കറന്റ് വൈറ്റ് ആണ്, നേരെ ബ്ലാക്കിലേക്ക് ഇടാം. ഓക്കെ, പിന്നെ ഈ ഒരു ഹാൻഡിൽസ് ഇങ്ങനെ നമുക്ക് സെയിം കളർ തന്നെ കൊടുക്കാവുന്നുള്ളൂ. അതിനാണെങ്കിൽ ഒന്ന് ഇച്ചിരി ഗ്ലോസി ആക്കി വയ്ക്കും. ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് ആക്കണമെങ്കിൽ ആക്കാം. മതി. പിന്നെയുള്ളത് നമ്മുടെ വുഡ്. ഈ ഇതൊക്കെ വുഡാണ്. വുഡ് താഴെ വുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കളർ, ഇതിൽ കാണുന്ന കളറ് മാച്ചിങ് ആയിട്ടുണ്ടോ നോക്കാം. ലൈറ്റ് ബ്രൗൺ എപ്പോഴും വേണമെങ്കിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ റെഡിയാവുകയും അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് റെഡിഷ് ടിൻസ് വേണത്. ആ രീതിക്ക് ആയിട്ട് റെഡിഷ് ടിൻറ്റുള്ള എന്തെങ്കിലും നോക്കാം. ഈ റെഡ് ടേക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ടേക്ക് പറഞ്ഞിട്ടുള്ള ഇതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് 2/2.4 ഒക്കെ ആക്കിയത്
ഒന്നും വേണ്ട, അങ്ങനെ നോക്കട്ടെ. യെല്ലോ കൊടുത്തതിനെ കളർ മാറ്റിയാൽ ചിലപ്പോൾ റെഡി ആവുന്നത്. ഇല്ല, ഞാൻ കുഴപ്പമില്ല. ഗ്ലോസിനെസ് വേണ്ടത്, ഞാൻ ഗ്ലോസ് എടുത്തിരുന്നു. സെറ്റിലാറും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഗ്രെയിൻസ് അല്ല, ഒരു കാര്യം ചെയ്യാൻ ഉള്ള ഒരു ലോക്കൽ ഒരു ഫുഡുണ്ട്. ഇങ്ങനെ റെഡ് ടീക്ക് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതിലെടുക്കാം. ഈ ഒരു സാധനം ഇതിനൊന്ന് ഒരു 2x2 അല്ലെ. ഓക്കെ, ഈ കളറ് നമുക്ക് ഒന്ന് മാച്ച് ചെയ്യാൻ മാത്രം. ഓക്കെ, ഏതാണ് ആ കളർ തന്നെയാണ് നമുക്ക് ടേബിളിലും വേണ്ടത്. അത് തന്നെ ടേബിളിൽ അടിക്കാം. ഇതിൻ്റെ ഒന്ന് ഈ ഒരു സാധനം കൂട്ടി കൊടുക്കുക. ഇതിനെ 90 നോക്കാം. കാലിന് ഈ സെയിം വുഡ് വേണം, പക്ഷെ എനിക്ക് മിക്കവാറും ഈ ഒരു ഗ്രെയിൻസ് പണി തരും കാലിന്. ഇങ്ങനെ വട്ടത്തിൽ വന്നിരിക്കണം. നല്ല കുഴപ്പമില്ല അല്ലേ. ഇതിലൂടെ ഞാൻ കുറച്ച് ഡാർക്കാക്കി കൊടുത്തു. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ആണ്. മെയിൻ സെറ്റിൽ ഞാൻ നേരെ ഓൺലൈൻ സെറാമിക് വൈറ്റ് ഗ്ലേസ് എഴുതുന്ന റഫറൻസ് കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു നോബ് ഇരിക്കുന്നത് ഗോൾഡൻ ആണ്. അത് നമുക്ക് ഗോൾഡ് സെർച്ച് ചെയ്താൽ ഈ നിറം ഗോൾഡ് എടുക്കുക, ഇട്ട് കൊടുക്കുക. ഇതിൽ ലൈറ്റ് അടിക്കുന്ന എനിക്ക് വുഡ് തന്നെ എടുത്തിട്ട് ഇതിന് കൊടുക്കാം. എനിക്ക് ഗ്യാപ്പ്, അതുപോലെ ഈ ഷട്ടറിന്റെ ഗ്യാപ്പ് ഒന്ന് ശരിക്കും ഒന്ന് മോഡൽ ചെയ്ത് റെഡിയാക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിലൊക്കെ വേറൊരു ഡാർക്ക് കളർ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജിങ്കിലെ വെള്ളം കൊടുത്താൽ ഇവിടെ ജിങ്കിലെ മുകളിൽ സായം കൊടുക്കും. ഇതിൻ്റെ വെള്ളം കൊടുക്കാം. ഇവിടെ വെള്ളം കൊടുത്തത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ശരിക്കും ആ കളർ കൊടുത്താലാണ് അറിയുള്ളൂ കട്ടിങ് ഉണ്ടെന്നുള്ളത്. ഒരു ടെക്നിക്കാണിത്. ഇനി എന്തെങ്കിലും ഷട്ടർ ഉണ്ടോ? ഷട്ടർ ഉള്ളത് ഇവിടെ ഇതിൻ്റെ ഈ ഒരു എടുത്താണ് അത് റെഡിയാവും. ഓക്കെ, പിന്നെ ഈ ഒരു ഗ്യാപ്പും കാണണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇന്ന് സിംഗ് വൺസ് ഇവിടുത്തെ ഗ്യാപ്പ് ഇവിടെ കാണാം, ഇവിടെ കാണാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടപ്പോൾ ഇതിൻ്റെ അടിച്ചിട്ടാണ് ഇവിടെ അടിച്ചിട്ട് എടുത്ത് അറിയുന്നുണ്ട്. ഒരു ചെറിയ ഭാഗത്തടിക്കാത്തത് നോട്ടീസബിൾ, അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കുക. അങ്ങനെ കൊടുക്കുക. മുകളിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് കൊടുക്കുക. ഒരു ചെറിയ ഡീറ്റെയിൽ പോലത്തെ പരിപാടിയാണ്, പക്ഷെ റെൻഡർ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ കട്ടിങ് ശരിക്കും ഈ സൈഡിലും നമുക്ക് വേണം. അതായത് ഈ ഷട്ടർ ഇരിക്കുന്ന ഈ ഗ്യാപ്പ് നമുക്കൊരു 0.2 ബാക്കിലേക്ക് തരണം. ഇവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കും. അത് റെഡിയാക്കണം. ഹലോ, ആ ഗ്യാപ്പിൻ്റെ സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കളറ് കുറച്ച് ഗ്രേ ആണ്. ഫുൾ ബ്ലാക്ക് ആക്കാൻ റഫ്നെസ് ഫുൾ കൂട്ടി കൊടുക്കുക.
ബ്ലാക്ക് മാറ്റിരിക്കുന്നത് അതിനുവേണ്ടി. ഓക്കെ. പിന്നെ ഈ ഒരു സാധനം നല്ല തിളക്കമുള്ള ഒരു സംഭവം ഗ്ലാസ് പോലെ ഇങ്ങനത്തെ ഇത് വരും. സ്പെക്കുലാറ് കൂട്ടാ റഫ്നെസ് ഉള്ളവർക്ക് കാണുന്ന പോലെ റിഫ്ലക്ഷൻ അടിക്കാം. ഇത് ഓൾറെഡി നമ്മളിവിടെ ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതൊരു ഗോൾഡ് കളറാണ്. നോബിന്റെ ഗോൾഡ് എടുക്കുക, നിങ്ങൾക്ക് എടുക്കുക. വല്ലാത്ത കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡാർക്ക് ആക്കി വെച്ചാൽ ഓക്കെ. പിന്നെ നേരെ ക്ലോത്ത് ആയി കൊടുക്കുക. റഫ്നെസ് ഫുൾ കൂട്ടുക. മെറ്റാലിക് ഒരു 60-70 ഇടയിൽ വയ്ക്കുക. ഇത് നമ്മൾ ഷോപ്പ് എത്ര ഉള്ളൂ. പിന്നെ താഴെ ഗോൾഡൻ ഫ്ലോറിങ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫ്ലോർ എന്തെങ്കിലും കൊടുക്കുക. അത് വലിയായിട്ട് ബാധിക്കില്ല ഷോട്ടിനെ. ഇത് വേണ്ട. ഇതെങ്ങനെ എടുക്കാം, നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഡാർക്കാക്കിയിട്ട് ഇതിനെ ഒന്ന് ഡാർക്കാക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈൻസ് നേരെ പെർപെൻഡിക്കുലർ. ഇത് നമുക്ക് വെറുതെ നോർമൽ വുഡ് ഫ്ലോറിങ് വേണം കൊടുക്കേ. അങ്ങനത്തെ വുഡിന് കൊടുക്കുക. ആ ഒരു കളർ വരെ കിട്ടിയാൽ ബ്രൗൺ വാളിന് ആ കൈൻഡ് ഓഫ് സംതിങ് മതിയാവും. പിന്നെ ഗ്രീൻസ് വല്ലാത്ത ഗ്രീൻസ്. അതിനെ നമുക്ക് ഓക്കെ. സൈഡ് നോമിനൽ സീറ്റിംഗ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കളറ് ഗ്രേ ആണ്. പലം ഗ്രേ ആയിട്ട് തന്നെ ഇരുന്നോട്ട് സൈസ് കൂടുതലൊരു ഫീലിംഗ്. ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. മതിയാ. ഇത് സെലക്ട് ചെയ്തിട്ട് ക്ലോത്ത് ആക്കണം. റഫ്നെസ് കൂടണം. മെറ്റാലിക് 0.67 ആക്കി വയ്ക്കും. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളറും ഓക്കെ. നമുക്ക് ഇനി ഒരു സീറ്റിംഗ് വരുന്നുണ്ട്. ഒരു സീറ്റിംഗ് സംതിങ് ഷെയർ എന്ന് വെച്ചാൽ ഇതിലിപ്പോ മോഡലിനകത്ത് ഷെയർ പുതിയ എന്തൊക്കെയോ ഷെയറൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു ഓഫീസ് ചെയർ വലിച്ചിട്ട് പോലെ ഒരു ഓഫീസ് ചെയർ ആണ് കിട്ടിയാൽ നല്ലതായിരുന്നു. ഇങ്ങനെ അടിച്ചോക്കാം. ഓഫീസ് ചെയർ സംതിങ് ലൈക്ക് ദാറ്റ്. ഏത് വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. എല്ലാം നൽകുക. ഇതിപ്പോൾ പ്രൊഫഷണൽ അവൈലബിൾ ആയിട്ടുള്ള ചെയർസ് ആണ് എന്ന് ആലോചിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് എടുത്ത് വെക്കുക. ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇല്ലാത്തവർക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് തന്നെ എടുക്കാവുന്നുള്ളൂ. ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണിത്. ബ്ലാക്ക് പോളോ ചെയർ. നല്ല ഡീറ്റെയിലുള്ള ഒരു ചെയറാണ്. പിന്നെ നമുക്ക് വ്യൂവിൽ വരുന്നത് ഇവിടെ ശരിക്കും ഒരു ബെഡ് പോലുള്ള കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബെഡ് സെർച്ച് ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ബെഡ് കണ്ട ഈ വല്ല മതിയാവും. ഇത് ഫ്രീ ആട്ടോ. ഫ്രീ ആയിട്ടുള്ള ബെഡ് ഇത് ഇട്ട് കൊടുത്തേക്ക്. അത് വ്യൂവിൽ കാണാൻ പാടില്ല. ബെഡ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. സൈസ് കൂടുതലാണോ കുഴപ്പമില്ല. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഷോർട്ടി വരാത്ത രീതിയിലൊന്നും എടുത്ത് വയ്ക്കാം.
ഇങ്ങനെ വരുന്നത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഉണ്ടോ പിന്നെ ഇവിടെ ഒരു ബെഡിന് ചെറിയൊരു ഇത് തന്നെ തുറന്നു വെച്ച് കൈൻഡ് ഓഫ് ഒരു ഷോട്ട് നീങ്ങിയതാണ് എടുക്കുക എന്നാലും ഓക്കെ കൈൻഡ് ഓഫ് മതി. ഭയങ്കര സെക്ഷൻ അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്നും എടുക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടിയിൽ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോറിലേക്ക് പോവാം. ഇലക്ട്രിക്കലല്ല സോറി, ലാംപ്സിൽ ഡൗൺ ലൈറ്റ്സ് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ്സ് ഇതിനകത്ത് ഒന്ന് ഞാൻ ചേർന്ന് നോക്കി ഒരു സൈസ് ഒരു ലൈറ്റാണ്, ഇത്രയും സൈസ് വേണ്ട. സ്കെയിൽ ചെയ്തൊന്ന് ചെറുതായി കുറഞ്ഞു. ഇതിനൊന്ന് വേണമെങ്കിൽ രണ്ടെണ്ണാക്കി ഒരെണ്ണാക്കിയൊക്കെ ഒന്ന് വെച്ച് ഫിഫ്റ്റിയാക്കി പിടിച്ച് നേരെ കോപ്പി എടുത്ത് വെച്ച് ആയിട്ട് അകത്തുനിന്ന് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കിട്ടും. നേരെ ഈ സാധനം വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കും. അതുപോലെ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കും. ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് ചെന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് രീതിയിൽ വെക്കാം. ഫ്രണ്ട് ലൈറ്റും അവിടെ നിന്നുള്ള രീതിയിലായി. നമുക്ക് അക്സറീസ് വെച്ച് നടക്കണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ബുക്സ് ഉണ്ട്, ക്ലോക്ക് സംതിങ് ഒക്കെ ഉണ്ട്. സെറ്റിൽ പോവാം, മോഡലിൽ പോവാം. ഇൻഡോറിനകത്ത് നമുക്ക് അക്സറീസ് ഉണ്ട്. മതിയാവും. പുറത്തേക്കുള്ള വ്യൂ അങ്ങനെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് സംഭവം ഇട്ടിട്ട് ആ വ്യൂ അങ്ങ് മറിച്ച് കളയാം. ചെയ്യാം. ബേസിക് മോഡലിലേക്ക് പോവാം. പ്ലെയിൻ എടുക്കാം, പ്ലെയിൻ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. നേരെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് ഇത് കിട്ടിയാൽ മതി. മനസ്സിലായല്ലോ? നമ്മളേതാണ്ട് ഓക്കെ ആയിരുന്നു. നമുക്ക് ഞാൻ ഈ മോഡലിൽ ഒന്ന് സീലിംഗ് വരച്ചു കൊടുത്താൽ മതി. സ്റ്റാൻഡ് എടുക്കുന്നു, 10 സെന്റിമീറ്റർ പൊക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പ് ആക്കണം. ഇങ്ങനെ സിങ്ക് ഇത് അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെ സെക്ഷൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ലൈനിലെ സെക്ഷൻ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് കിട്ടുമെന്ന് അറിയില്ല. സെക്ഷൻ ലൈൻ ഇട്ടാൽ ഈ ഷോട്ട് ഇരിക്കണത് ആക്ച്വലി ഒരു 4:3 വാല്യൂ ഓഫ് റേഷ്യോ ആണ്. ഒരു സീൻ സെറ്റ് ചെയ്ത് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റേഷ്യോ വെച്ച് 4:3 ഫസ്റ്റ് അല്ല 3:4 ആണ് നോക്കട്ടെ. ഇങ്ങനത്തെ ഒരു റേഷ്യോ അത് ഇങ്ങനെ കാണണം ഫുള്ളായിട്ട് അല്ലേ. പെർസ്പെക്റ്റീവ് ഓൺ ആക്കുന്നു. ഞാനൊന്ന് സീൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഷോട്ട് വരുന്നത് കേട്ടോ. കറക്റ്റ് ആണോ വേണം വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വാൾപേപ്പർ വരാണ്ടല്ലേ. വാൾപേപ്പർ ഉണ്ടാവും. വാൾപേപ്പർ വാൾപേപ്പർ എന്തെങ്കിലും ഇട്ടാൽ നമുക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ നീലേ
അത് മതി എടുത്താൽ. ഓക്കെ, ഈ ഷോട്ട് ഏതാണ്ട് ഓക്കെ ആയിട്ട് നമുക്ക് ഇനി എന്ത് റെൻഡർ ചെയ്യാനുള്ളത്, കുറച്ച് പില്ലോയും കൂടി മിസ് ചെയ്യാം അല്ലേ? അതിൻ്റെ പില്ലോ ഒരു വേണ്ട, പില്ലോയും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പില്ലോ അതെ, രണ്ടെണ്ണം ആയിട്ടൊന്നും കിട്ടും ഇല്ല. എടുത്ത് വയ്ക്കില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വെച്ച് കൊടുക്കേണ്ടി വരും. ഇത് ഒരു 2 കിലോ എന്തായാലും തരാൻ വരുന്നതാണ്. ഡിസ്പ്ലേ ചെയ്താൽ റെഡിയാവും. ഷോട്ടിനെ ബാധിക്കുന്നുണ്ടോ? ചാഞ്ഞ് വീഴാതിരിക്കുന്നുണ്ടല്ലേ? ഓ, അത് റെഡി. ഇനി നമുക്ക് ലൈറ്റ് അകത്തേക്ക് വെക്കണം. ഞാൻ എൻവയോൺമെന്റിൽ പോകുന്നു, ടെസ്റ്റ് ഞാൻ സെറ്റ് ഫുള്ള് കൂട്ടുന്നു. ആൾട്ടിറ്റ്യൂഡിൽ 20, 24, 25 കയറുന്നു. ലൈറ്റ് ഞങ്ങൾ കുറച്ച് കയറരുത്, ഒരു ഭാഗത്തേക്ക് ഉൾപ്പെട്ടെ. ഓക്കെ, വേണ്ട ഈ രീതിയിൽ ഞാൻ ജസ്റ്റ് ആ ലൈറ്റ് അതാണ് നമ്മുടെ ഷോട്ട് വരുന്നത്. ഇതിനായിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ച് വൈറ്റ് ലൈറ്റാണ്. നമുക്കൊരു ന്യൂട്രൽ, ഒരു വാം ഷെയ്ഡ് കയറിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പോവാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഫക്റ്റ് പോവാം, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വാം ഷെയ്ഡ് കളയാം. കേട്ടോ, ന്യൂട്രൽ ഷെയ്ഡ് നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ, നല്ല റിഫ്ലക്ഷൻ ആയിരിക്കും നല്ല ഇവിടേക്ക്. പിന്നെ ഉള്ളത് റിഫ്ലക്ഷൻ കൂട്ടണമെങ്കിൽ മെറ്റാലിക് ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും റിഫ്ലക്ഷൻ ഇല്ല ഇതിലെ, അതിൻ്റെയൊക്കെ റെഫറൻസ് ചിലാറ് നമുക്ക് കുറയ്ക്കാം. വുഡിൻ്റെ ഈ ഒരു ഭാഗത്ത് റിഫ്ലക്ഷൻ പോയി കിട്ടി. പിന്നെ ഉള്ളത് നോബിൻ്റെ കളർ ഗോൾഡ് ശരിക്കും നമുക്ക് ലൈറ്റ് വരാത്തതുകൊണ്ട് അതിനൊക്കെ അറിയില്ല. പിന്നെ സ്വിച്ച് ബോർഡാണ് ഇവിടെ മിസ്സിംഗ് ഉള്ളത്. ഇതിൽ എന്നാലും ലുക്ക് വൈസ് വലിയ പ്രശ്നമില്ല. ഇനി ഗോൾഡിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി കളർ ലൈറ്റായി കൊടുക്കും. വലിയ മഞ്ഞ മതിയോ? കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ, നമ്മൾ ഷോട്ട് എടുക്കാൻ ഭാഗത്തെ ആയിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തുകൊണ്ട് ഉള്ളത് ഇതാണ്, നമുക്ക് ഇത് കണ്ടെടുക്കും. ഒന്നും ചെയ്തിട്ടില്ല, ലൈറ്റ് അകത്തേക്ക് കയറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. കണ്ടെടുത്ത് നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ ഏറ്റവും ഇനീഷ്യൽ റെൻഡർ എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത്. വേണ്ട, കൊള്ളാം അല്ലേ? നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു 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 ഭംഗിയുണ്ട്. ഒറിജിനാലിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാലും ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിതിനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കുറച്ച് പരിപാടികളൊന്ന് എക്സ്പോഷർ, ഒന്ന് കോൺട്രാസ്റ്റ്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഇഫക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷർ എന്തായാലും നമുക്ക് ഓട്ടോ എക്സ്പോഷർ മാറ്റി നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക. കോൺട്രാസ്റ്റ് പോലെ ഒന്ന് പോയിട്ട് പോയി, കോൺട്രാസ്റ്റ് തൊട്ട് നമുക്ക് ഒറിജിനാലിറ്റി എനിക്ക് ഫീലിംഗ് വരാറുണ്ട്. ഇരുട്ടാവും, അപ്പോൾ എക്സ്പോഷർ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും കോൺട്രാസ്റ്റ് ഒരുപാടും പോകാനുള്ള ഇത്രയൊക്കെ ഒന്ന് വിളിക്കാം. ഒന്ന് പുതിയൊരു ഷെയ്ഡ് എടുക്കാം. ഇതിനകത്ത് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലൂം എഫക്റ്റ്, ഈ കാണുന്ന സാധനം ഒന്ന് കളയാം. കണ്ടോ, ബ്ലൂം കളയാം, ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് ഏറ്റവും മിനിമം ആയിട്ട് എപ്പോഴും നോക്കണം. നമ്മുടെ ഒരു സീൻ അങ്ങനെ ഇരിക്കട്ടെ, അതല്ല ഞാൻ ഒരു സീൻ പുതിയതായിട്ട് ആഡ് ചെയ്യാണ്. ഞാൻ ഇതിനെ ഒന്ന് നമ്മുടെ പ്രീസെറ്റ് സംതിങ് ഇട്ട് നോക്കാം. സ്റ്റുഡിയോയിൽ പോയിട്ട് റൈറ്റഡ് പോവുക, ഒരു ഫോർത്ത് ഫോർത്തിലാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനമുണ്ട്, ഇന്റീരിയർ എക്സിബിഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ വിസിലിട്ട് ഞാൻ എന്താ വ്യത്യാസം വരണമെന്ന് നോക്കാം. ചിലപ്പോൾ അടക്കും, ചിലപ്പോൾ അടക്കില്ല. അതിനായിട്ട് ലൈറ്റൊക്കെ പോയി നോക്കട്ടെ. ലൈറ്റ് എത്തിക്കാനായിട്ട് നേരത്തെ ഇതുപോലെ 20 സംതിങ് ഒരു ആംഗിളിലേ കയറുള്ളൂ. ഇതാണ് .
ലൈറ്റ് ഇല്ലാത്തൊരു ഫീലുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കോൺട്രാസ്റ്റ് കൂടുതലാണ്. LUT മോഡേൺലി സ്റ്റോക്ക് എന്ന് പറഞ്ഞ LUT വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രീസെറ്റ് കളറാക്കി തന്നെ. പക്ഷെ ഇപ്പോഴും ലൈറ്റ് ഇല്ല, ഇത് കുറവ്. കുറച്ചൊക്കെ ഞാൻ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഗ്ലോ വരും. ബ്ലൂം ഇല്ലാണ്ടാക്കുക, കുറച്ച് കുറയ്ക്കാം, കോൺട്രാസ്റ്റ് കുറച്ച് കുറഞ്ഞു. പക്ഷെ ഞാൻ മൊത്തം കളറൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പ്രീസെറ്റ് ഇട്ട്. ഒരുപാട് ഷാഡോസ് കയറി വന്നിട്ടുണ്ട്. ഇതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ പോയി അല്ലെ, തെറ്റി കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. സണ്ണ് തന്നെ പ്രശ്നം, സണ്ണ് ഒരിക്കുന്ന ആംഗിള് ശരിയല്ല. തെറ്റി കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോവാ. ഇങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം ഇട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഇത് ഗോൾഡാണ്, ഈ നമുക്കുള്ള കാര്യങ്ങളൊക്കെ പോയി. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കുത്തി വെച്ചത്. ഇത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇതിപ്പോ പുതിയ ഐറ്റം എടുത്ത് അങ്ങനെ ഇതിന് വേറൊരു സ്റ്റൈൽ, അത് വേറൊരു സ്റ്റൈൽ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇതൊരു സീൻ, മറ്റേ പോയിന്റ് ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു സീൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ഫുൾ എക്സ്പോഷറും കോൺട്രാസ്റ്റും കൂടി എടുത്ത ഷോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം എടുത്തത്, ഒന്ന് മങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീൻ 2 എഴുതിക്കണം കേട്ടോ. ഇത് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുത്തത്. ശരിക്കും ആ ഒരു ഡിഫറൻസ് അറിയുന്നുണ്ട്. കോൺട്രാസ്റ്റ് മാറ്റി എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് തമ്മിൽ ഒരു ഡിമ്മായിട്ടിരിക്കുന്ന, ഒരു ഗ്രേ ആയിട്ടിരിക്കുന്ന പടം മാറി കുറച്ചും കൂടി ബ്രൈറ്റ് ആയി, കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എക്സ്പോഷർ കോൺട്രാസ്റ്റ് ഒന്ന് എപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ആ പ്രീസെറ്റ് എടുത്തത് ഇത് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. അതിൽ ഇതും കൊള്ളാം. ഇതിന് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു വാം ടോൺ ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഈ ഒരു എന്താ പറയുക കളർ, കണ്ണിന്റെ കളർ ഒന്ന് മാറ്റി കുറച്ച് വൈറ്റിലേക്ക് കൊണ്ടുവന്ന, അതിപ്പോൾ ഒരു വൈറ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് കുറച്ചുകൂടെ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ഒന്ന് കൊടുത്ത് ഇപ്പോൾ കൊടുത്ത നീലമായി വരും. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് വേറൊരു ടോണിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന്റെ മുമ്പിൽ ഇത് കണ്ടോ, ഒരു മഞ്ഞ ഇതാണ്. എനിക്കറിയാം, രണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ ഇതിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ തമ്മിലിന് വേണ്ടി ഒരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. ക്യാമറയിലേക്ക് പോവുക, കസ്റ്റം 16:9 ആക്കാം. ഓക്കെ, 16:9. തമ്മിൽ എന്തായാലും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. തമ്മിൽ ഞാൻ ഉണ്ടാക്കിയതോളൂ ഇൻട്രസ്റ്റിൽ ഫോട്ടോ. എന്നാലും നമുക്കൊരു ഡിഫറെൻറ്റ് ഷോട്ട് എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനൊരു ഷോട്ട് ഇട്ടേക്കാം അല്ലേ. ഇതിൻ്റെ പുതിയൊരു ഷോട്ട്. ഓക്കെ, ക്യൂ ഇതെടുക്കുക. എനിക്ക് അമ്മയില്ല, വെറുതെ എൻ്റെ കയ്യിൽ വെച്ചു. അമ്മയിൽ എന്തായാലും ഞാൻ ഇൻട്രസ്റ്റ് ഫോട്ടോ ആൻഡ് നമ്മളുടെ അടുത്ത ഫോട്ടോ എന്ന രീതിയിലൊരു സംഭവം ഇട്ടോളൂ. കുഴപ്പമില്ല. ഷോട്ടും റെഡി ആയിട്ട് നമ്മൾ പ്രീസെറ്റ് എടുത്താണ്. ആക്ച്വലി നല്ലൊരു ഒറിജിനാലിറ്റി ഉള്ള ഒരു ഈ ഫോട്ടോ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കൊള്ളാം. നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഇല്ലാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊള്ളാം, ഭംഗിയുണ്ട്. പ്രൊഫഷണലുള്ളവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഈ വെർഷനിൽ അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നേരത്തെ എടുത്തത് ഈ ഒരു സംഭവം ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ക്യാമറ കസ്റ്റം 16:9 ഇടാം. ഇങ്ങനെ എടുക്കുമ്പോഴും ഇതിനും ഭംഗിയുണ്ട്. പോകുമല്ലോ, ഈ ഒരു വ്യൂ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. രണ്ടിനും രണ്ട് സ്റ്റൈൽ എന്ന രീതിയിൽ പോകും. ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണല്ലോ, ഒരിനാലിറ്റി കുറവൊന്നും വരും. അതിന്റെ രണ്ടൊരു എന്താ പറയാ ഒരു തീം എന്ന രീതിയിലാണ് ഇരിക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു ഇൻറ്റു പോർട്ട്ഫോളിയോ തേർഡ് എഡിഷനിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ പറയാം. അടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, ബൈ.